الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭത്തിലും ചേർത്ത് വച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിതത്തിനും മരണത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് എണ്ണമറ്റ അസംഖ്യം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അതിന് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്നതിനെക്കുറിച്ച് സൂറ അബസയിൽ വിശദീകരിച്ചു തരുന്ന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഖുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ ശപിക്കപ്പെടട്ടെ, മാ അക്ഫറ, അവൻ ഇത്ര നന്ദികേട് കാണിക്കുന്നവനായത് എന്തുകൊണ്ടാണെന്ന്. എന്താണ് അവനെ ഇത്ര നന്ദികെട്ടവനാക്കി തീർത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. എന്നിട്ട് നമ്മെ ഉണർത്തുന്നത് എന്താണെന്നോ, നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ചാണ്, ജീവിതത്തെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. മിൻ അയ്യി ശൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അത് മനുഷ്യൻ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല. മിൻ നുത്ഫത്തിൻ ഖലഖ, ഒരു ബീജഗണത്തിൽ നിന്നാണ്, നുത്ഫയിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു നുത്ഫയിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അവന് വേണമോ അതൊക്കെ അവൻ നിശ്ചയിക്കുകയും കണക്കാക്കുകയും ചെയ്തു. സുമ്മ സബീല യസ്സറ, അവൻ ഏതൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടോ അവൻ്റെ വഴികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അവൻ്റെ ഗർഭധാരണ സന്ദർഭത്തിലുള്ള ഉമ്മയുടെ വയറ്റിലുള്ള ജീവിതമാകട്ടെ, അവിടെ വേണ്ടതെല്ലാം റബ്ബ് അവന് നൽകി. അവന് ഈ പുതിയ ജീവിതത്തിലേക്ക് പിറന്നു വീഴാനുള്ള സൗകര്യങ്ങൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകി. അങ്ങനെ അവനൊരു ജീവിതം നൽകി. സുമ്മ അമാതഹു ഫഅഖ്ബറ, പിന്നെ അവനെ മരിപ്പിച്ചു അവൻ്റെ ജീവിതകാലം കഴിഞ്ഞപ്പോൾ. അതിനുശേഷം അള്ളാഹു തന്നെ
അവൻ്റെ മശിയത്തനുസരിച്ച് അവനെ കബറടക്കുകയും ചെയ്തു. സുമ്മ ഇദാ ശാഅ അൻശറ. എന്നാൽ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് ഉയർത്തെഴുന്നേൽപ്പ് നൽകുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ A to Z കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു സൂക്തങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ജനനം, ജീവിതം, മരണം, അതിനുശേഷം ഖബറിൽ മറമാടപ്പെടൽ എന്ന് പറഞ്ഞാൽ ബർസഖിയായ ജീവിതം, അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നടക്കുന്നത് എല്ലാം ബിമശിയത്തില്ലാ, ദൈവഹിതമനുസരിച്ചാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും നിശ്ചയപ്രകാരവും ഒക്കെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജനനം. നമുക്ക് ഒരു സ്വാതന്ത്ര്യവും നമുക്കതിനില്ല. നമ്മളെവിടെ എങ്ങനെ ആരുടെ മകനായി ജനിക്കണമെന്ന് നമ്മുടെ തീരുമാനമല്ല, അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളാണ്. ഏത് നാട്ടിലാകണം, ഏത് ഭാഷ സംസാരിക്കണം, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ എങ്ങനെയാകണം, നമ്മുടെ ജീവിതാന്ത്യം എങ്ങനെയാകണം, ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ മശീഅത്തും അനുസരിച്ചാണ് എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് സുമ്മ അമാതഹു, ആ അള്ളാഹു തന്നെയാണ് അവനെ മരിപ്പിക്കുന്നത്, ഫഅഖ്ബറഹു, അവനെ ഖബറിൽ അടക്കപ്പെടുന്നതും പിന്നീട് അള്ളാഹു തന്നെ ആ ഖബർ ജീവിതത്തിന് ശേഷം, ബർസഖിയായ ജീവിതത്തിന് ശേഷം അവന് ഉയർത്തെഴുന്നേൽപ്പ് നൽകി മറ്റൊരു ജീവിതം നൽകുമെന്നാണ്. ഖുർആനിൻ്റെ ഭാഷയിൽ മനുഷ്യൻ്റെ മരണം മുതൽ പുനർജന്മം വരെയുള്ള കാലഘട്ടത്തെയാണ് ഖബർ ജീവിതം എന്ന് വിശദീകരിക്കുന്നത്, വിവക്ഷിക്കുന്നത്. ഈ ആയത്തിലൂടെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള അവസ്ഥയാണ് എന്നതാണ്. ഖബർ ജീവിതം എന്നുള്ളത് ആത്മാവിന് പ്രാധാന്യമുള്ള ഒരു ജീവിതമാണ് ബർസഖിയായ ജീവിതം. അവിടെ ശരീരത്തിനല്ല പ്രാധാന്യം. എന്നാൽ ദുന്യവിയായ ജീവിതത്തിനോ ഇവിടെ നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ ആത്മാവിനും ഒരേ പ്രാധാന്യമാണുള്ളത്. കാരണം നമ്മളെല്ലാം അനുഭവിക്കുന്നത് ശരീരത്തോടു കൂടിയാണ്, നമ്മുടെ ആത്മാവ് മാത്രമല്ല. ഖബർ ജീവിതമാകട്ടെ നമ്മുടെ ശരീരമില്ലാത്ത ആത്മാവിന് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് അത് എന്നതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തന്നെ മൃതദേഹം എത്ര ഭദ്രമായി മറമാടപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും, അത് കത്തിച്ച് കരിച്ച് കളഞ്ഞ് വെണ്ണീറാക്കി ചാമ്പലാക്കി കളയപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിലും, ഇനി മൃതദേഹം പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും ഒക്കെ തിന്നു തീർക്കപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് എങ്കിലും ഖുർആനിൻ്റെ ഭാഷയിൽ അവൻ കബറടക്കപ്പെടുന്നവനാണെന്നാണ്. കബറടക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. അതാണ് ഫഅഖ്ബറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുമ്മ അമാതഹു ഫഅഖ്ബറ ലൈസ ദഫ്നു ശർത്തൻ ലിൽ ഹയാത്തിൽ ബർസഖിയ. ഖബർ ജീവിതത്തിന് ഒരിക്കലും മറമാടപ്പെടണം, മൃതദേഹം മൃതശരീരം കുഴിച്ചു മൂടപ്പെടണം എന്നൊരു നിബന്ധനയേ അല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഖുർആൻ ഫിർഔനിൻ്റെ ശിക്ഷയെ പ്രത്യേകമായി എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഫിർഔനിൻ്റെ ശിക്ഷയിൽ എല്ലാവരും മുങ്ങി മരിച്ച സന്ദർഭത്തിൽ ഫിർഔനിൻ്റെ ജഡത്തെ അള്ളാഹു ചീഞ്ഞളിഞ്ഞ് ദ്രവിച്ചു പോകാതെ ഒരിക്കലും നാശമടയാത്ത രീതിയിൽ അള്ളാഹു സംരക്ഷിച്ചു. മറ്റുള്ളവയൊക്കെ എല്ലാ മൃഗങ്ങളുടെയും സമുദ്രജീവികളുടെയും ജലജീവികളുടെയും ഒക്കെ തന്നെ ഭക്ഷണമായി മറ്റുള്ള ഫിർഔനിൻ്റെ എല്ലാ കിങ്കരന്മാരുടെയും മൃതദേഹം മാറിയപ്പോൾ ഫിർഔനിൻ്റെ മൃതദേഹം മാത്രം അൽയൗമ നുനജ്ജീക ബിബദനിക് ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി നിന്റെ മൃതദേഹത്തെ ഞാൻ സംരക്ഷിച്ചു നിർത്തും, അതിനെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറ ഗാഫിറിൽ 45-46 ആയത്തുകളിൽ പിന്നീട് ഫിർഔനിന് ലഭിക്കുന്ന ഖബർ ശിക്ഷയെക്കുറിച്ച്, അതിൽ ഫിർഔന് മാത്രമാണ്, അവൻ ഖബറിൽ മറമാടപ്പെട്ടിട്ടില്ല. വർഷങ്ങളോളം സമുദ്രത്തിൽ ചീഞ്ഞളിയാതെ അവൻ്റെ മൃതദേഹം കിടന്നു. പിന്നീട് അത് കണ്ടെടുക്കപ്പെട്ടു. ഇപ്പോൾ അത് മിസ്രിലുള്ള ഈജിപ്തിലുള്ള മ്യൂസിയത്തിലാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സന്ദർഭത്തിലും അവൻ്റെ മൃതദേഹം, ഡെഡ് ബോഡി നമുക്ക് നേർക്ക് നേരെ കാണാമെങ്കിലും അവൻ്റെ ബർസഖിയായ ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, വഹാക ബിആലി ഫിർഔന സൂഉൽ അദാബ്. ആ മുങ്ങി മരണ സമയത്ത് ഫിർഔനിന്റെ ആളുകളെ കടുത്ത ശിക്ഷ വലയം ചെയ്തു. എന്നിട്ടോ അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയാ, രാവിലെയും വൈകുന്നേരവും നരകത്തിന് മുമ്പിൽ അവർ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. രാവിലെയും വൈകുന്നേരവും ഇനി അവർക്ക് ചെന്നു ചേരാനുള്ള നരകം, ആ നരകശിക്ഷ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രവുമല്ല, അതിനുശേഷമോ വയൗമ തഖൂമുസ്സാ, അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസമാകട്ടെ, അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അവരോട് കൽപ്പിക്കപ്പെടും, ഫിർഔനോടും ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകളോടും, നിങ്ങൾ അതികഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിക്കുവിൻ എന്നവരോട് കൽപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇമാം ഇക്രിമ, ഇമാം മുജാഹിദ് റഹിമഹുമുല്ലാ അവരൊക്കെ ഈ സൂക്തത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഈ സൂക്തം ഖബർ ശിക്ഷയ്ക്ക് തെളിവാണ് എന്നതാണ്. കാരണം ഫിർഔനും അതേപോലെ മരിച്ചുപോയ, ഖുർആൻ അത് മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുൽ അവിശ്വസിച്ചുകൊണ്ട് ധിക്കാരികളായി ജീവിച്ച ആളുകൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നേ വരെ മരണപ്പെടുന്ന എല്ലാ അവിശ്വാസികൾക്കും അക്രമികൾക്കും ധിക്കാരികളുമായ ആളുകൾക്ക് ബർസഖിയായ ജീവിതത്തിൽ, അവരുടെ ഖബർ ജീവിതത്തിൽ നൽകപ്പെടുന്ന ശിക്ഷയ്ക്ക് വിരൽ ചൂണ്ടുന്നതാണ് വിശുദ്ധ ഖുർആനിലെ സൂറ ഗാഫിറിൽ 45-46 സൂക്തങ്ങൾ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാ തൻ്റെ അൽ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദക്കും ഇദാ മാത്, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ, ഉരിള അലാ മഖ്ഹദി ബിൽ ഗദാത്തി വൽ അശി, അവന്റെ മരണാനന്തര ജീവിതത്തിലുള്ള, അവന്റെ ബർസഖിയായ ലോകത്തുള്ള അവന്റെ ഇരിപ്പിടം അവന് കാണിക്കപ്പെടുമെന്നാണ്. എന്നിട്ടോ ഇൻകാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗവാസിയാണെങ്കിൽ സ്വർഗവാസികൾ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത്, ആ അനുഭവിക്കാനിരിക്കുന്ന സ്വർഗീയ സുഖാനന്ദങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും സീറ്റ് മഖഅദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ, നരകാവകാശികളാണ് അവരെങ്കിലോ നരകശിക്ഷയായിരിക്കും. ഫിർഔനിന് അന്നാറു യുറദൂന എന്ന് പറഞ്ഞല്ലോ, നരകശിക്ഷ അവർ അനുഭവിക്കാനുള്ള, അവരുടെ വരുംകാലത്തുള്ള ശിക്ഷയെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ ഇതിന്റെ വിശദീകരണമായി പറഞ്ഞു, യുഖാൽ, അവരോട് ഇങ്ങനെ പറയപ്പെടും, ഹാദാ മഖ്അദുക ഹത്താ യബ്അസകല്ലാഹു ഇലൈഹി, അല്ലാഹു ഇനി അവന്റെ അരികിലേക്ക് അന്ത്യദിനത്തിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള നിങ്ങളുടെ വാസസ്ഥലമാണ്, നിങ്ങളുടെ ഇരിപ്പിടമാണ് ഇത് എന്നവരോട് പറയപ്പെടുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അതേപോലെ തന്നെ സൂറ ഇബ്രാഹിമിലെ 27-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു الظാലിമീന വയഫഅലുല്ലാഹു മാ യശാ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിത്, സുസ്ഥിരമായ വചനം കൊണ്ട്. ഖൗലുസ് സാബിത് എന്ന് പറഞ്ഞാൽ ഖുർആൻ അതിനെ കലിമ ത്വയ്യിബ എന്ന നിലക്ക് കൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതും വഫർഉഹാ ഫിസ്സമാ. അതും സൂറ ഇബ്രാഹിമിലെ ഒരു സൂക്തമാണ്. ഈ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ കലിമ ത്വയ്യിബ, ഖൗലു സാബിത് എന്നൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാകുന്നു, കലിമത്തു തൗഹീദാകുന്നു എന്നാണ്. അപ്പൊ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലിസ് സാബിത്, ഈ സുസ്ഥിരമായ വാക്കുകൊണ്ട്, ഈ ആദർശം ഉൾക്കൊണ്ട ഒരു വിശ്വാസിക്ക് ആളുകൾക്ക് അല്ലാഹു നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന സുസ്ഥിതിയെയും സുസ്ഥിരതയെക്കുറിച്ചും
മരണാനന്തര ജീവിതത്തിൽ അവർക്ക് നൽകുന്ന സെബാത്തിനെ കുറിച്ചുമാകുന്നു ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് എന്നാണ്. ഫിൽ ഹയാത്തി ദുനിയ വൽ ആഖിറ, അള്ളാഹു ഐഹിക ജീവിതത്തിലും പരലോകത്തിലും അവർക്ക് ഈ സുസ്ഥിരമായ വാക്കുകൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. യുസബ്ബിതുല്ലാഹ്. അപ്പോ ഏത് പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും പരീക്ഷണ ഘട്ടങ്ങളിലും പതറാതെ ഏകനായ അള്ളാഹുവിലുള്ള ഈ വിശ്വാസമാണ് വിശ്വാസികൾക്ക് കരുത്താകുന്നത്, ശക്തിയാകുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഇമാം ബുഖാരി റവൽ ബുഖാരി ഫി തഫ്സീരി സൂറത്ത് ഇബ്രാഹിം, സൂറ ഇബ്രാഹിമിലെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖാലൽ ബറാ ഇബ്നു ആസിബ് ഫി തഫ്സീരി ഹാദിഹിൽ ആയ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു മരണാനന്തര പ്രവർത്തനങ്ങൾ, മരണാനന്തരം ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബി കൂടിയാണ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ ജാഅകൽ മലക്കു ഫിൽ ഖബ്രി ഹീന യുദ്ഫൻ, മറമാടപ്പെടുന്ന സന്ദർഭത്തിൽ മലക്ക് ഖബറിൽ വരികയാണെങ്കിൽ ഫഖാല ലഹു, അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന്. ഫഖാല റബ്ബി അല്ലാഹ്, അപ്പോൾ ഒരു വിശ്വാസി അവൻ പറയും, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന്. ഫഖാല വമാ ദീനുക, നിന്റെ ദീൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഖാല ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്നവന് പറയാൻ കഴിയും. വഖാല മൻ നബിയുക, നിന്റെ നബി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഖാല നബിയുൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദ്, എൻ്റെ നബി മുഹമ്മദാണ് എന്നവന് പറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവന് ആ തസ്ബീത്ത് നൽകും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നൽ മുസ്ലിം ഇദാ സുഇല ഫിൽ ഖബർ, ഒരു മുസ്ലിം ഖബറിൽ ചോദിക്കപ്പെടുകയാണെങ്കിൽ, ഖബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മണ്ണിൽ കുഴി കുഴിച്ച് അവിടെ വെക്കുന്നത് മാത്രമല്ല ഖബർ, മരണാനന്തരമുള്ള മനുഷ്യന്റെ ജീവിതം, അവന്റെ ഭൗതിക ശരീരം ഏതവസ്ഥയിലാണെങ്കിലും അവനോട് ചോദിക്കപ്പെട്ടാൽ, ഇദാ സുഇല ഫിൽ ഖബർ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അവൻ അവിടുന്ന് ഈ ദുനിയാവിൽ നിന്ന് പ്രഖ്യാപിച്ച ഷഹാദത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ ചോദ്യത്തിന് മുമ്പിലും അത് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ്. ഫദാലിക ഖൗലുല്ലാഹി അസ്സ വജൽ, ഈ പറഞ്ഞതാകുന്നു അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിച്ചത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഭൗതിക ജീവിതത്തിലും പരലോകത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് തസ്ബീത്ത് അതുപോലെ തന്നെ സ്ഥിരത നൽകുമെന്നാണ്. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തര ശേഷക്രിയകളെ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പറയുന്നുണ്ട്, വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത്, ഒരു മയ്യിത്തിനെ മറമാടി അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വഖഫ അലൈഹി, നബി ആ ഖബറിന്റെ അരികിൽ നിൽക്കും. വഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാറിനെ തേടണം. വസലൂ ലഹു തസ്ബീത്ത്, അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുകയും വേണം. ഫഇന്നഹുൽ ആന യുസ്അൽ, അവൻ ഈ സന്ദർഭത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ നമ്മൾ തസ്ബീത്ത് ചൊല്ലുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന ഈ തസ്ബീത്തിന്റെ വചനങ്ങൾ അത് നിശ്ചിതമായ രൂപത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും ഉദ്ധരിക്കപ്പെട്ടതല്ല. നബി ഇതേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? വസ്സലൂ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അൽ, നിങ്ങൾ തസ്ബീത്തിന് വേണ്ടി അവന് പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ വന്ന ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവർ രൂപപ്പെടുത്തിയ പ്രാർത്ഥനയാണ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുവേ ഈ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നീ ധൈര്യവും സ്ഥൈര്യവും നൽകണമേ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, ഖബറിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഖബറിനെ നീ അകറ്റിക്കൊടുക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ, കരുണ ചൊരിയണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ, അല്ലാഹു എല്ലാവിധ ഭീതിയിൽ നിന്നും ആ ഖബറാളിക്ക് നീ നിർഭയത്വം നൽകണമേ എന്നാണ്.
അപ്പോൾ പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രദ്ധേയമായതും പ്രധാനപ്പെട്ടതും മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ദ്വാരക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം എന്താണ്? മഗ്ഫിറത്ത്, പാപവിമുക്തി, പാപമോചനം അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വർഗം ലഭിക്കുകയില്ല. കാരണം പാപിയായി ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഈ പാപമുക്തി ആരിൽ നിന്ന് കിട്ടണം? മഗ്ഫിറത്ത് അള്ളാഹുവിനോട് നമ്മുടെ ഹയാത്ത് കാലത്ത് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നവർ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു നിൽക്കേണ്ടതല്ല വേണ്ടത്. അള്ളാഹുവേ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ, അള്ളാഹുവേ എനിക്ക് മർഹമത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു വ്യക്തി അവന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു അവന്റെ പരലോകത്തിലുള്ള മരണാനന്തര ജീവിതത്തിലുള്ള ശിക്ഷകളും രക്ഷകളും തീരുമാനിക്കുന്നത്. എന്നാൽ വിശ്വാസിയായ ഒരാളാണെങ്കിൽ തന്നെയും നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന വ്യക്തിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ ഒരിക്കലും എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കുന്നതാണ് സ്വർഗമെന്ന് വിചാരിക്കുന്നില്ല എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അമല് കൊണ്ട് മാത്രമല്ല. ഖുർആൻ അമൽ കൊണ്ട് സ്വർഗം നേടും, ഈമാനും അമൽ സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് ഒക്കെ നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി പ്രവാചകന്റെ ആ വിനയത്തോടു കൂടി പറഞ്ഞത് എന്താണോ എന്നോ, എനിക്ക് എൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്നാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും, ഒന്നും ഈ ദുആ അറിയാത്ത ആള് അതിങ്ങനെ നോക്കി നമ്മളിപ്പോഴും അതിന്റെ ഖബറിന്റെ അരികിൽ നിന്ന് തർക്കിക്കുക, അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നാ പറയേണ്ടത്, ലഹാ എന്നാ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഇത് അങ്ങനെ വന്നൊരു സീഗയേ അല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്. പെണ്ണാണെങ്കിൽ ലഹാ ലഹ, എന്നിട്ട് ആൾക്കാരെ അടങ്ങേറാകുകയാണ്. ആണാണെങ്കിൽ ലഹു ലഹു, ലഹു എന്നാണെങ്കിലും അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്നതാണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കിയാൽ മതി. സഹോദരങ്ങളെ, ഈ കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രമുഖനായ സഹാബി അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകന്റെ മയ്യത്ത് മറമാടിയതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ജാഫിൽ അർള അൻ ജംബിഹി വഫ്തഹ് അബ്വാബസ് സമാഇ ലിറൂഹിഹി, എൻ്റെ മകന്റെ ആത്മാവിന് ഉപരിലോകത്തേക്ക് ഉയർന്നു പോകാൻ ആകാശ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവന്റെ ഭൂമിയിൽ അവന്റെ മൃതദേഹം വെച്ചപ്പോൾ ഖബറിന്റെ ആ രണ്ടരികും നീ വിശാലമാക്കി കൊടുക്കണേ. വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി, അവന്റെ ഭവനത്തെക്കാൾ ശ്രേഷ്ഠമായൊരു ഭവനം എൻ്റെ മകന് നീ നൽകണമേ റബ്ബേ എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചക മാതൃകയാണ് ഈ വിഷയത്തിൽ നമ്മൾ പിന്തുടരേണ്ടത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക, അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം അവരുടെ ബർസഖിയായ അവരുടെ ഖബർ ജീവിതത്തിൽ അതിരും എതിരുമില്ലാതെ നിരന്തരമായി വർഷിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനയെ മറക്കാതെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ തസ്ബീഹ് ഒഴിവാക്കി എന്താ ചെയ്യാന്നോ, തെൽഖീൻ എന്നൊരു സമ്പ്രദായമുണ്ട്. ഈ മയ്യത്തിന്റെ മറമാടപ്പെട്ട വ്യക്തിയുടെ ഖബറിന്റെ തലക്ക് ഭാഗത്തിരുന്നു കൊണ്ട് മലക്കുകൾക്ക് മറുപടി പറയാൻ ഉത്തരം ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. മലക്കുകൾ വരുമ്പോ ഇന്ന ചോദ്യം ചോദിക്കുമ്പോ ഇന്ന ഉത്തരം നീ പറയണം എന്ന് ഈ ദുനിയാവെന്ന് ഖബറിന്റെ പുറത്തുനിന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? മരിച്ചു പോയ വ്യക്തികൾ ഇവിടുന്ന് പറയുന്നത് കേൾക്കുകയില്ല. മരണപ്പെട്ടു പോയവർ ഒന്നും കേൾക്കുകയില്ല. മരണപ്പെട്ടു പോയവരെ കേൾപ്പിക്കാൻ നിനക്കാവുകയില്ല എന്ന് പ്രവാചകനോടൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തൽഖീനുൽ മയ്യിത്ത് ബഅദ ദഫ്നി ജാ ഫീ ഹദീസിൻ ഫീ മുഅ്ജബിത് തബ്റാനി ബിസനദിൻ ലഈഫിൻ. ആ വിഷയത്തെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്, ഈ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഖബറിന്റെ അരികിൽ തെൽഖീൻ ചൊല്ലുന്ന ഈ സമ്പ്രദായം അത് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബിദ്അത്താണ്. അങ്ങനെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ദുർബലമായ സനദോടുകൂടി വന്നതാണ് എന്നാണ്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ
ഭൗതിക ജീവിതത്തിന് ശേഷം മരണാനന്തര ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ നമ്മൾ കഴിച്ചു കൂട്ടുന്ന നമ്മുടെ ജീവിത കാലഘട്ടമാണ് അൽ ഹയാത്തുൽ ബർസഖിയ. അതാണ് ശരിക്ക് ഖബർ ജീവിതം. അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. മാത്രമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരങ്ങളിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ ഫിസ്സലാ. റസൂലുള്ളാഹ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതവേളയിലും മരണസന്ദർഭത്തിലുമൊക്കെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹിദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടി പ്രാർത്ഥിച്ചവന്റെ നമസ്കാരം പൂർത്തിയാക്കപ്പെട്ട നമസ്കാരമായി എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിലൊക്കെ തന്നെ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അനുഭവിക്കാൻ വരാനുള്ള ജീവിതത്തിൽ അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി കലിമത്തു തൗഹീദ് ജീവിതത്തിൽ പകർത്തി ഈ ദുനിയാവിനും നമുക്ക് തസ്ബീത്ത് കിട്ടണം, പരലോകത്തും തസ്ബീത്ത് കിട്ടണം. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റഹ്മാനെ, നീ ഞങ്ങൾക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഖബർ ഒരുക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട്. ഖബർ ഒരു ചാണിൽ അധികമായി മണ്ണിൽ നിന്ന് ഉയർത്തപ്പെടാൻ പാടില്ല. അങ്ങനെ ഉയർത്തുന്നതിനെയും അതേപോലെ തന്നെ ഖബറിന് സിമൻ്റ് ഇട്ട് കുമ്മായമിട്ട് അതുപോലെ തന്നെ അതിൽ പേരെഴുതി വെക്കുന്നതിനെയൊക്കെ അടയാളപ്പെടുത്തുന്നതിനെയൊക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ വിലക്കിയിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഇമാം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബ്റു വൻ യുഖഅദ അലൈഹി വൻ യുബ്നാ അലൈഹി. ഖബർ കുമ്മായമിടുന്നതും അതിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കുന്നതും അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നതിനെയും ഒക്കെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുജസ്സസൽ ഖുബൂർ വൻ യുക്തബ അലൈഹാ. ഖബറുകൾ ഇതേപോലെ സിമൻ്റ് ഇട്ട് കുമ്മായമിട്ട് കെട്ടിപ്പൊക്കുന്നതും അതിന്മേൽ എഴുതി വെക്കപ്പെടുന്നതും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഇന്ന ആളുടെ ഇന്ന ആചാര്യയുടെ ഖബർ ജനനം ഇത്ര മുതൽ ഇത്ര മരണം വരെ. അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നിച്ച് മഖ്ബറയിൽ ശ്മശാനത്തിൽ ചെന്ന് എല്ലാവർക്കുമാണ് സലാം പറയുന്നത്. നമ്മുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെയും ഉമ്മയുടെയും പഴയ ഖബറാണ് ഇപ്പം നിലവിലില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം, ഖബർ കെട്ടിപ്പൊക്കുക, അതേപോലെ തന്നെ അത് കുമ്മായമിടുക, അതിൽ പേരെഴുതുക പോലെയുള്ളൊരു സമ്പ്രദായം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കാലത്തില്ലാത്തതാണ്. ഇനി അതിന് ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, മദീനയിലെ പൊതു ശ്മശാനം, അവിടെ സഹാബത്തിൻ്റെ ഖബറിടങ്ങളുണ്ട്. ഏതെങ്കിലും പേര് തിരിച്ചറിയുമോ? പലരും അതിൻ്റെ ഇന്ന ഭാഗത്ത് ഇന്ന ഖബറാണ് എന്നൊക്കെ രേഖപ്പെടുത്തി വേറെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലാതെ ഖബറിനൊരടയാളവുമില്ല. നമ്മുടെ ഈ നാട്ടിലുള്ളത് പോലെ 2 മീസാൻ കല്ലുകൾ നാട്ടുന്ന സമ്പ്രദായവുമില്ല. എത്രയോ പഴയ ഖബറിടങ്ങളിൽ നേരത്തെ റസൂൽ ചെയ്തതുപോലെ ഖബറിൻ്റെ തലയുടെ ഭാഗത്തൊരു ചെറിയ കല്ലുണ്ടാകും. അത് അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്.
കാരണം എന്താണെന്നോ, പിൽക്കാലത്ത് ഈ തൗഹീദിന്റെ ആദർശം വ്യതിചലിക്കപ്പെട്ടിട്ടുള്ളത് ഖബറുകൾ കെട്ടിപ്പൊക്കി ഖബറുകളിൽ മറമാടിയിട്ടുള്ള മഹാത്മാക്കളായ ആളുകളെന്ന് വിചാരിക്കുന്നവരുടെ കേന്ദ്രങ്ങളിലേക്ക്, ശവകുടീരങ്ങളിലേക്ക്, ദർഗങ്ങളിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്കാമുകളിലേക്ക്, മഖബറകളിലേക്ക് തീർത്ഥയാത്ര നടത്തി മനുഷ്യന്റെ തൗഹീദിനെ, ഏകദൈവ വിശ്വാസത്തെ വികലമാക്കുന്ന സമ്പ്രദായമാണ് ഇന്നും മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. എവിടുന്നാ തുടങ്ങുന്നത്? ഖബർ ശരിയാക്കുന്നിടത്ത് തുടങ്ങുന്നത്. നമ്മൾ നന്നാക്കി തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പോലെ തന്നെ വിശ്വാസങ്ങളും തിരുത്തപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ മരിച്ച ആളുകൾക്ക് എന്തൊക്കെയാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന്, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഒരിക്കലും കിട്ടുകയില്ല എന്നുള്ളത് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്ന സമ്പ്രദായം ഇന്നും കാണാം. മാത്രമല്ല ഖബറിന്റെ അരികിൽ ഖുർആൻ ഓതുന്നത് കാണാം. അവിടെ പ്രത്യേകം സൗകര്യങ്ങൾ, വീടുകൾ ഒരുക്കി. പണ്ടതിന് കുഴിക്കപ്പെര എന്നാ പറഞ്ഞിരുന്നത്. കുഴിന്റെ അടുത്തൊരു പെര കെട്ടിയിട്ട്. നമ്മൾ നോക്കൂ, നിങ്ങൾ ഈ എടവണ്ണ മഹലിൽ തന്നെ നമ്മുടെ പഴയ പള്ളികളിൽ മറമാടപ്പെട്ടിരുന്ന ആളുകളുടെ അരികിൽ, ഖബറിനരികിൽ ഖുർആൻ ഓതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. കാരണം അങ്ങനെ ഓതപ്പെടുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറ നജ്മിന്റെ ആയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ വിശദീകരിക്കുന്ന ഉദ്ധരണി പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരു മനുഷ്യന്റെയും പാപഭാരം മറ്റൊരാൾ വഹിക്കേണ്ടി വരികയില്ല. അതേപോലെ തന്നെ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യനും അവൻ പ്രവർത്തിച്ചത്, അവൻ അധ്വാനിച്ചതല്ലാതെ അവന്റെ ജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിലും ഖബർ ജീവിതത്തിലും പ്രതിഫലമായി കിട്ടുകയില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്ന നോക്കൂ, ഇബ്നു കസീർ റഹിമഹുല്ലാ വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ വിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തംബത്ത ഷാഫി റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ നിർദ്ധാരണം ചെയ്ത കാര്യം എന്താണെന്നോ, വമൻ ഇത്തബഅഹു, ഷാഫി മദ്ഹബിന്റെ ഫോളോവേഴ്സും കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നവരല്ലേ, അവരിതാണ് ഫോളോ ചെയ്യേണ്ടത്. എന്ത്? അന്നൽ ഖിറാഅ, മരിച്ചയിടത്തുള്ള ഖുർആൻ പാരായണം, ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, അത് യാസീൻ ഓതിട്ട് അതുപോലെ തന്നെ ഇഖ്ലാസ് മുഅദ്ദത്തൈനി ഓതിട്ട് ഏത് ഓതിയിട്ടും മരണപ്പെട്ടവർക്ക് അത് പാരിതോഷികമായി സമർപ്പിക്കുന്നതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയില്ല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം അവരുടെ അധ്വാനമല്ലത്, അവരുടെ പ്രവർത്തനമല്ല. വലിഹാദാ ലം യൻദുബി ഇലൈഹി റസൂലുള്ളാഹി ഉമ്മത്തഹു, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് തന്റെ ഉമ്മത്തിനെ ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടോ പ്രോത്സാഹിപ്പിച്ചിട്ടോ ഇല്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, വ്യക്തമായ ഖണ്ഡിതമായ എന്തെങ്കിലും തെളിവ് കൊണ്ടോ ഒരു സൂചന കൊണ്ട് പോലുമോ മരിച്ചവർക്ക് ഖുർആൻ ഓതി സമർപ്പിക്കുന്ന സമ്പ്രദായം ഈ ദീൻ പഠിപ്പിച്ചിട്ടില്ലെന്നാണ്. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും, ഒരു സഹാബിയിൽ നിന്നും ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. വലൗ കാന ഖൈറൻ, മരിച്ചയിടത്ത് ഖുർആൻ ഓതുക, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയയായി കൊടുക്കുക എന്നുള്ളത് ഖൈറായിരുന്നെങ്കിൽ ലസബഖൂന ഇലൈഹി, നമ്മളെക്കാൾ മുന്ന് സഹാബത്ത് അത് ചെയ്യുമായിരുന്നില്ലേ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പരമാവധി എല്ലാ ബിദ്അത്തുകളെയും ജീവിതത്തിൽ നിന്ന് നിർമാർജനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ ജീവിതത്തിന്റെ ചേരുവയായി ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക്, രോഗത്തിൻ്റെ പ്രയാസവും ചരണവും വേദനയും അനുഭവിക്കുന്നവർക്ക് റബ്ബേ സമാധാനവും ശാന്തിയും ശിഫയും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.